ഇന്നത്തെ ബൈബിൾ വായനാ ഭാഗങ്ങൾ ഉൽപ്പത്തി പുസ്തകം 29 മുതൽ 31 വരെയുള്ള അധ്യായങ്ങളും സങ്കീർത്തനങ്ങൾ 28 മുതൽ 31 വരെയും. ഉൽപ്പത്തി അധ്യായം 29. ലാബാന്റെ വീട്ടിൽ. യാക്കോബ് കാൽനടയായി പൗരസ്ത്യരുടെ ദേശത്തേക്ക് സഞ്ചരിച്ചു. അവൻ നോക്കിയപ്പോൾ ഇതാ വയലിൽ ഒരു കിണർ. അവിടെ അതിനു മുന്നിലായി 3 ആട്ടിൻപറ്റങ്ങൾ കിടക്കുന്നുണ്ടായിരുന്നു. കാരണം ആ കിണറ്റിൽ നിന്നാണ് അവർ ആടുകളെ കുടിപ്പിച്ചിരുന്നത്. കിണറിന്റെ വായ്ക്കല്ല് വലുതായിരുന്നു. അവർ ആട്ടിൻപറ്റങ്ങളെയെല്ലാം അവിടെ ഒരുമിച്ച് കൂട്ടുമ്പോൾ കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടിമാറ്റി ആടുകൾക്ക് വെള്ളം കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് കല്ല് കിണറിന്റെ മുകളിൽ യഥാസ്ഥാനം തിരികെ വെക്കുകയും ചെയ്തിരുന്നു. യാക്കോബ് അവരോട് ചോദിച്ചു, എന്റെ സഹോദരന്മാരെ, നിങ്ങൾ എവിടെ നിന്നാണ്? ഞങ്ങൾ ഹാരാനിൽ നിന്നാണ് എന്ന് അവർ മറുപടി പറഞ്ഞു. അവൻ വീണ്ടും ചോദിച്ചു, നിങ്ങൾ നാഹോറിന്റെ മകൻ ലാബാനെ അറിയുമോ? അറിയും എന്ന് അവർ പറഞ്ഞു. അവന് ക്ഷേമമാണോ? അവൻ ചോദിച്ചു. ക്ഷേമം തന്നെ, അവർ മറുപടി പറഞ്ഞു. ഇതാ അവന്റെ മകൾ റാഹേൽ ആടുകളുമായി വരുന്നു. അവൻ പറഞ്ഞു, പകൽ ഇനിയും ഏറെയുണ്ടല്ലോ, ആടുകളെ ഒരുമിച്ച് കൂട്ടാനുള്ള നേരമായിട്ടില്ല. ആടുകൾക്ക് വെള്ളം കൊടുത്തിട്ട് നിങ്ങൾ പോയി അവയെ മേയ്ക്കുക. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് സാധിക്കുകയില്ല. ആട്ടിൻപറ്റങ്ങളെയെല്ലാം ഒരുമിച്ച് കൂട്ടുകയും കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ചെയ്തിട്ടേ ഞങ്ങൾ ആടുകൾക്ക് വെള്ളം കൊടുക്കാറുള്ളൂ. അവൻ അവരുമായി സംസാരിച്ചു കൊണ്ടിരിക്കെ റാഹേൽ തന്റെ പിതാവിന്റെ ആടുകളുമായി വന്നു. എന്തെന്നാൽ അവൾ ഇടയ സ്ത്രീയായിരുന്നു. തന്റെ മാതുലൻ ലാബാന്റെ മകൾ റാഹേലിനെയും അവന്റെ ആടുകളെയും കണ്ടപ്പോൾ യാക്കോബ് അടുത്ത് ചെന്ന് കിണറിന്റെ വായ്ക്കല്ല് ഉരുട്ടി മാറ്റുകയും ആടുകൾക്ക് വെള്ളം കൊടുക്കുകയും ചെയ്തു. പിന്നീട് യാക്കോബ് റാഹേലിനെ ചുംബിക്കുകയും ഉച്ചസ്വരത്തിൽ കരയുകയും ചെയ്തു. താൻ അവളുടെ പിതാവിന്റെ ബന്ധുവും റെബേക്കായുടെ മകനുമാണെന്ന് യാക്കോബ് റാഹേലിനെ അറിയിച്ചു. അവൾ ഓടിച്ചെന്ന് പിതാവിനെ വിവരമറിയിച്ചു. തന്റെ സഹോദരി പുത്രനായ യാക്കോബിന്റെ വാർത്ത കേട്ടപ്പോൾ ലാബാൻ അവനെ എതിരേൽക്കാൻ ഓടിയെത്തി. അവൻ അവനെ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവൻ സംഭവങ്ങളെല്ലാം ലാബാനോട് വിവരിച്ചു. ലാബാൻ അവനോട് പറഞ്ഞു, എന്റെ അസ്ഥിയും മാംസവും തന്നെയാണല്ലോ നീ. 1 മാസക്കാലം അവൻ അവന്റെ കൂടെ പാർത്തു. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, നീ എന്റെ ചാർച്ചക്കാരനായതിനാൽ പ്രതിഫലമില്ലാതെ എനിക്ക് വേണ്ടി പണിയെടുക്കേണ്ടതുണ്ടോ? നിന്റെ വേതനം എത്രയാണെന്ന് എന്നോട് പറയുക. ലാബാന് 2 പുത്രിമാരുണ്ടായിരുന്നു. മൂത്തവളുടെ പേര് ലയ, ഇളയവളുടെ പേര് റാഹേൽ. ലയായുടെ നയനങ്ങൾ മങ്ങിയവയായിരുന്നു. റാഹേലാകട്ടെ രൂപഭംഗിയുള്ളവളും കാഴ്ചയ്ക്ക് സുന്ദരിയും. യാക്കോബ് റാഹേലിൽ അനുരക്തനായി. അവൻ ലാബാനോട് പറഞ്ഞു, അങ്ങയുടെ ഇളയ മകളായ റാഹേലിനു വേണ്ടി 7 കൊല്ലം ഞാൻ അങ്ങയെ സേവിക്കാം. ലാബാൻ പറഞ്ഞു, അവളെ മറ്റാർക്കെങ്കിലും കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ഞാൻ അവളെ നിനക്ക് തരുന്നതാണ്. എന്റെ കൂടെ പാർത്തുകൊള്ളുക. അങ്ങനെ റാഹേലിനു വേണ്ടി യാക്കോബ് 7 കൊല്ലം പണിയെടുത്തു. അവളോടുള്ള ഇഷ്ടം മൂലം അവന്റെ ദൃഷ്ടികളിൽ അവ ഏതാനും നാളുകൾ പോലെയേ തോന്നിയുള്ളൂ. അപ്പോൾ യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്റെ ദിനങ്ങൾ പൂർത്തിയായതുകൊണ്ട് എന്റെ ഭാര്യയെ തരിക, ഞാൻ അവളെ പ്രാപിക്കട്ടെ. ലാബാൻ ആ പ്രദേശത്തുള്ളവരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു വിരുന്ന് നടത്തി. വൈകുന്നേരമായപ്പോൾ അവൻ തന്റെ മകൾ ലയായെ യാക്കോബിന്റെ അടുത്തേക്ക് കൊണ്ടുചെന്നു. അവൻ അവളെ പ്രാപിച്ചു. തന്റെ മകൾ ലേയായ്ക്ക് പരിചാരികയായി ലാബാൻ തന്റെ പരിചാരിക സിൽഫായെ കൊടുത്തു. നേരം പുലർന്നപ്പോൾ അത് ലേയ ആണെന്ന് കണ്ട് അവൻ ലാബാനോട് ചോദിച്ചു, അങ്ങ് എന്നോട് എന്താണ് ഈ ചെയ്തത്? റാഹേലിനു വേണ്ടിയല്ലേ ഞാൻ അങ്ങയോടൊപ്പം പണിയെടുത്തത്? പിന്നെ അങ്ങ് എന്നെ ചതിച്ചതെന്തിന്? ലാബാൻ പറഞ്ഞു, മൂത്തവൾക്ക് മുമ്പേ ഇളയവളെ നൽകുക എന്നത് ഞങ്ങളുടെ നാട്ടിൽ ചെയ്യാറില്ല. ഇവളുടെ ആഴ്ച പൂർത്തിയാക്കുക. ഇനിയും വേറെ 7 വർഷം കൂടി നീ എന്നോടൊപ്പം വേല ചെയ്താൽ അവളെയും വേതനമായി ഞങ്ങൾ നിനക്ക് തരാം. യാക്കോബ് അപ്രകാരം ചെയ്തു. അവളുടെ ആഴ്ച പൂർത്തിയായപ്പോൾ ലാബാൻ തന്റെ പുത്രി റാഹേലിനെയും അവന് ഭാര്യയായി നൽകി. ലാബാൻ പുത്രി റാഹേലിന് പരിചാരികയായി തന്റെ പരിചാരിക ബിൽഹായെ നൽകി. അവൻ റാഹേലിനെ പ്രാപിക്കുകയും ലേയായേക്കാൾ കൂടുതലായി റാഹേലിനെ ഇഷ്ടപ്പെടുകയും ചെയ്തു. തുടർന്ന് 7 വർഷം കൂടി അവൻ അയാളോടൊപ്പം വേല ചെയ്തു. യാക്കോബിന്റെ മക്കൾ. ലേയ വെറുക്കപ്പെടുന്നതായി കണ്ട് കർത്താവ് അവളുടെ ഗർഭപാത്രം തുറന്നു. റാഹേലാകട്ടെ വന്ധ്യയായിരുന്നു. ലേയ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു.
അവൾ അവന് റൂബൻ എന്ന് പേരിട്ടു. എന്തെന്നാൽ കർത്താവ് എന്റെ കഷ്ടപ്പാട് കണ്ടിരിക്കുന്നു, ഇനി തീർച്ചയായും എന്റെ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് അവൾ പറഞ്ഞു. അവൾ വീണ്ടും ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ വെറുക്കപ്പെടുന്നു എന്ന് കർത്താവ് കേട്ടതിനാൽ അവിടുന്ന് എനിക്ക് ഇവനെയും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് അവൾ അവന് ശമയോൻ എന്ന് പേരിട്ടു. അവൾ പിന്നെയും ഗർഭം ധരിച്ചു ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, ഞാൻ അവന് 3 പുത്രന്മാരെ പ്രസവിച്ചിരിക്കുന്നതിനാൽ ഇത്തവണ എന്റെ ഭർത്താവ് എന്നോട് അടുക്കുക തന്നെ ചെയ്യും. അക്കാരണത്താൽ അവനെ ലേവി എന്ന് പേര് വിളിച്ചു. അവൾ വീണ്ടും ഗർഭം ധരിക്കുകയും ഒരു പുത്രനെ പ്രസവിക്കുകയും ചെയ്തു. അവൾ പറഞ്ഞു, ഇപ്രാവശ്യം ഞാൻ കർത്താവിനെ സ്തുതിക്കും. അതുകൊണ്ട് അവൾ അവനെ യൂദ എന്ന് പേര് വിളിച്ചു. പിന്നീട് അവൾക്ക് പ്രസവിക്കാനായില്ല. ഉൽപ്പത്തി അധ്യായം 30. താൻ യാക്കോബിന് മക്കളെ പ്രസവിക്കുന്നില്ലെന്ന് കണ്ട് റാഹേൽ തന്റെ സഹോദരിയോട് അസൂയാലുവായി. അവൾ യാക്കോബിനോട് പറഞ്ഞു, എനിക്ക് മക്കളെ തരിക, അല്ലെങ്കിൽ ഞാൻ മരിക്കും. യാക്കോബ് റാഹേലിനോട് കോപിച്ചു പറഞ്ഞു, നിന്നിൽ നിന്ന് ഉദരഫലം തടഞ്ഞ ദൈവത്തിന്റെ സ്ഥാനത്താണോ ഞാൻ? അവൾ പറഞ്ഞു, ഇതാ എന്റെ ദാസി ബിൽഹ, അവളെ പ്രാപിക്കുക, അവൾ എന്റെ മടിയിൽ പ്രസവിക്കട്ടെ. അങ്ങനെ അവളിലൂടെ ഞാനും പുത്രലബ്ധിയാകും. അവൾ തന്റെ പരിചാരിക ബിൽഹായെ അവന് ഭാര്യയായി നൽകി. അവൻ അവളെ പ്രാപിച്ചു. ബിൽഹ ഗർഭം ധരിച്ച് യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു. അപ്പോൾ റാഹേൽ പറഞ്ഞു, ദൈവം എന്നെ വിധിക്കുകയും എന്റെ സ്വരം കേട്ട് എനിക്കൊരു പുത്രനെ നൽകുകയും ചെയ്തിരിക്കുന്നു. അക്കാരണത്താൽ അവൾ അവന് ദാൻ എന്ന് പേരിട്ടു. റാഹേലിന്റെ പരിചാരിക ബിൽഹ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. റാഹേൽ പറഞ്ഞു, എന്റെ സഹോദരിയുമായി കടുത്ത മത്സരം തന്നെ നടത്തി ഞാൻ ജയിച്ചിരിക്കുന്നു. അവൾ അവനെ നഫ്താലി എന്ന് വിളിച്ചു. തനിക്ക് പ്രസവിക്കാനാകുന്നില്ലെന്ന് കണ്ട് ലയ തന്റെ പരിചാരിക സിൽഫായെ കൊണ്ടുവന്ന് യാക്കോബിന് ഭാര്യയായി നൽകി. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് ഒരു പുത്രനെ പ്രസവിച്ചു. ഭാഗ്യമായി എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവന് ഗാദ് എന്ന് പേരിട്ടു. ലയായുടെ പരിചാരിക സിൽഫ യാക്കോബിന് 2ാമതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, എന്റെ സന്തോഷം കാരണം പെൺകുടികൾ എന്നെ സന്തോഷവതി എന്ന് വിളിക്കും. അവൾ അവന് ആഷേർ എന്ന് പേരിട്ടു. ഗോതമ്പ് കൊയ്ത്തുകാലത്ത് റൂബൻ വയലിൽ ചെന്നപ്പോൾ ദൂതായി പഴം കാണുകയും അവ തന്റെ അമ്മ ലേയായ്ക്ക് കൊണ്ടുവരികയും ചെയ്തു. അപ്പോൾ റാഹേൽ ലേയായോട് പറഞ്ഞു, നിന്റെ പുത്രനെ ദൂതായി പഴത്തിൽ നിന്ന് സദയം എനിക്കും തരിക. അവൾ പറഞ്ഞു, എന്റെ ഭർത്താവിനെ നീ കൈയടക്കി വെച്ചിരിക്കുന്നത് നിസ്സാര കാര്യമോ? എന്റെ മകന്റെ ദൂതായി പഴവും കൈവശപ്പെടുത്തണമോ? റാഹേൽ പറഞ്ഞു, അതുകൊണ്ട് നിന്റെ മകന്റെ ദൂതായി പഴത്തിന് പകരം അദ്ദേഹം ഈ രാത്രി നിന്റെ കൂടെ ശയിച്ചുകൊള്ളട്ടെ. യാക്കോബ് വൈകുന്നേരം വയലിൽ നിന്ന് വന്നു. ലയ അവനെ കാണാൻ പുറത്തേക്ക് ചെന്ന് അവനോട് പറഞ്ഞു, എന്റെ അടുത്ത് അങ്ങ് വരണം, കാരണം എന്റെ മകന്റെ ദൂതായി പഴം ഞാൻ തന്നെ പ്രതിഫലമായി കൊടുത്ത് അങ്ങേ വാങ്ങിയിരിക്കുകയാണ്. ആ രാത്രി അവൻ അവളോടുകൂടെ ശയിച്ചു. ദൈവം ലയായെ ശ്രവിച്ചു. അവൾ ഗർഭം ധരിച്ച് യാക്കോബിന് 5ാമതൊരു പുത്രനെ പ്രസവിച്ചു. എന്റെ പരിചാരികയെ ഭർത്താവിന് കൊടുത്തതിന് ദൈവം എനിക്ക് പ്രതിഫലം തന്നു എന്ന് പറഞ്ഞ് അവൾ അവന് ഇസ്സാഖർ എന്ന് പേരിട്ടു. ലയ വീണ്ടും ഗർഭം ധരിച്ചു. യാക്കോബിന് അവൾ 6ാമതൊരു പുത്രനെ പ്രസവിച്ചു. ലയ പറഞ്ഞു, ദൈവം എനിക്ക് നല്ല ഉപഹാരം സമ്മാനിച്ചിരിക്കുന്നു. ഇത്തവണ ഭർത്താവ് എന്നെ മാനിക്കും, കാരണം അവന് ഞാൻ 6 മക്കളെ കൊടുത്തിരിക്കുന്നു. അവൾ അവന് സെബുലൂൺ എന്ന് പേരിട്ടു. അതിനുശേഷം അവൾ ഒരു പുത്രിയെ പ്രസവിച്ചു. അവൾ അവൾക്ക് ദീന എന്ന് പേരിട്ടു. ദൈവം റാഹേലിനെ സ്മരിച്ചു. അവിടുന്ന് അവളെ കേൾക്കുകയും അവളുടെ ഗർഭപാത്രം തുറക്കുകയും ചെയ്തു. അവൾ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൾ പറഞ്ഞു, എന്റെ അപമാനം ദൈവം നീക്കിക്കളഞ്ഞിരിക്കുന്നു. കർത്താവ് എനിക്ക് മറ്റൊരു പുത്രനെ കൂടി തരട്ടെ എന്ന് പറഞ്ഞ് അവൾ അവന് ജോസഫ് എന്ന് പേരിട്ടു. യാക്കോബിന്റെ സമ്പത്ത്. റാഹേൽ ജോസഫിനെ പ്രസവിച്ചു കഴിഞ്ഞ് യാക്കോബ് ലാബാനോട് പറഞ്ഞു, എന്നെ വിട്ടയച്ചാലും ഞാൻ എൻ്റെ സ്ഥലത്തേക്കും ദേശത്തേക്കും പോകട്ടെ. എൻ്റെ ഭാര്യമാരെയും കുട്ടികളെയും തന്നാലും അവരെ പ്രതിയാണല്ലോ ഞാൻ അങ്ങയെ സേവിച്ചത്. ഞാൻ പോകട്ടെ, അങ്ങേക്ക് വേണ്ടി ഞാൻ ചെയ്ത സേവനം അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. ലാബാൻ അവനോട് പറഞ്ഞു, നിന്റെ ദൃഷ്ടികളിൽ പ്രീതി കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ നീ മൂലമാണ് കർത്താവ് എന്നെ അനുഗ്രഹിച്ചത് എന്ന് ഞാൻ ഗണിച്ചറിഞ്ഞിരിക്കുന്നു. അയാൾ തുടർന്ന് പറഞ്ഞു, നിന്റെ വേതനം എന്നിൽ നിന്ന് ഈടാക്കൂ, അത് ഞാൻ തരാം. അവൻ അയാളോട് പറഞ്ഞു, ഞാൻ അങ്ങയെ എപ്രകാരം സേവിച്ചെന്നും അങ്ങയുടെ കന്നുകാലികൾ എൻ്റെ കീഴിൽ എപ്രകാരമായിരുന്നെന്നും അങ്ങേക്ക് നന്നായി അറിയാമല്ലോ. എനിക്ക് മുമ്പ് അങ്ങേക്ക് കുറച്ചു മാത്രം ഉണ്ടായിരുന്നത് ഇപ്പോൾ തീർച്ചയായും ഏറെ പെരുകിയിരിക്കുന്നു. എൻ്റെ ഓരോ ചുവടിനും കർത്താവ് അങ്ങയെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഇനി ഞാൻ എപ്പോഴാണ് എൻ്റെ ഭവനത്തിനായി എന്തെങ്കിലും ചെയ്യുക?
അയാൾ ചോദിച്ചു, ഞാൻ നിനക്ക് എന്തു തരണം? യാക്കോബ് പറഞ്ഞു, അങ്ങ് എനിക്ക് ഒന്നും തരേണ്ട. ഞാൻ പറയാൻ പോകുന്ന ഈ കാര്യം അങ്ങ് ചെയ്താൽ അങ്ങയുടെ ആടുകളെ ഞാൻ തുടർന്നും മേയിച്ചു കാത്തുകൊള്ളാം. ഞാൻ ഇന്ന് തന്നെ അങ്ങയുടെ ഓരോ ആട്ടിൻകൂട്ടത്തിലൂടെയും കടന്ന് ചെമ്മരിയാടുകളിൽ പുള്ളിയും പാണ്ടുമുള്ള എല്ലാ ആടുകളെയും കറുത്ത ആടുകളെയും കോലാടുകളിൽ പാണ്ടും പുള്ളിയുമുള്ളവയെയും വേർതിരിക്കാം. അവയായിരിക്കും എൻ്റെ വേതനം. വരും നാളിൽ എൻ്റെ വേതനം അങ്ങയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ എൻ്റെ നീതി എനിക്ക് സാക്ഷ്യമായിരിക്കും. കോലാടുകളിൽ പുള്ളിയോ പാണ്ടോ ചെമ്മരിയാടുകളിൽ കറുപ്പോ ഇല്ലാത്തതായി എൻ്റെ പക്കലുള്ളതെല്ലാം കളവ് മുതലായിരിക്കും. ലാബാൻ പറഞ്ഞു, അത് കൊള്ളാമല്ലോ, നീ പറഞ്ഞതുപോലെ തന്നെ ആകട്ടെ. അന്ന് തന്നെ അവൻ വരയും പാണ്ടുമുള്ള മുട്ടാടുകളെയും പുള്ളികളുള്ള എല്ലാ കോലാടുകളെയും അതിൽ പാണ്ടുകളുള്ള എല്ലാ വെളുത്തതിനെയും ചെമ്മരിയാടുകളിൽ എല്ലാ കറുത്തതിനെയും വേർതിരിച്ച് അവയെ തൻ്റെ പുത്രന്മാരെ ഏൽപ്പിച്ചു. തനിക്കും യാക്കോബിനും മധ്യേ അവൻ 3 ദിവസത്തെ വഴിയകലം നിർണയിച്ചു. യാക്കോബാകട്ടെ ലാബാന്റെ അവശേഷിച്ച ആടുകളെ മേയിച്ചു കൊണ്ടിരുന്നു. യാക്കോബ് ഇലവിന്റെയും ബദാമിന്റെയും അഴിഞ്ഞലിന്റെയും പച്ചക്കമ്പുകൾ വെട്ടിയെടുത്ത് കമ്പുകളിലെ വെളുപ്പ് കാണത്തക്ക വിധം തൊലിയുരിഞ്ഞു നീക്കി. താൻ തൊലിയുരിഞ്ഞു മാറ്റിയ കമ്പുകൾ ആടുകൾ വെള്ളം കുടിക്കുന്ന പാത്തികളിൽ ആടുകളുടെ മുമ്പിൽ അവൻ കുത്തി നിർത്തി. വെള്ളം കുടിക്കാൻ വരുമ്പോഴാണ് അവ ഇണ ചേർന്നിരുന്നത്. ആടുകൾ ഈ കമ്പുകളുടെ മുമ്പിൽ ഇണർ ചേർന്നു. അവ വരയും പുള്ളിയും പാണ്ടുമുള്ള കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. ചെമ്മരിയാടുകളെയാകട്ടെ യാക്കോബ് വേർതിരിച്ച് ലാബാന്റെ കൂട്ടത്തിലെ വരയുള്ളതും കറുത്തതുമായ എല്ലാ ആടുകളുടെയും നേരെ നിർത്തി. അവൻ അങ്ങനെ തനിക്ക് വേണ്ടി പ്രത്യേകം ആടുകളെ സ്വന്തമാക്കി. അവയെ ലാബാന്റെ ആടുകളോട് ചേർക്കാതെ മാറ്റി നിർത്തി. കൊഴുത്ത ആടുകൾ ഇണചേരുമ്പോഴെല്ലാം അവ കമ്പുകളുടെ അരികിൽ വെച്ച് ഇണചേരേണ്ടതിന് യാക്കോബ് കമ്പുകൾ ആടുകൾ കാൺകെ പാത്തികളിൽ വെച്ചിരുന്നു. എന്നാൽ മെലിഞ്ഞ ആടുകളുടെ കാര്യത്തിൽ അവൻ അത് ചെയ്തില്ല. അങ്ങനെ മെലിഞ്ഞവ ലാബാന്റേതും കൊഴുത്തവ യാക്കോബിൻ്റേതുമായി. അവൻ അത്യധികം അഭിവൃദ്ധിപ്പെട്ടു. അവന് ധാരാളം ആടുകളും പരിചാരികമാരും ദാസന്മാരും ഒട്ടകങ്ങളും കഴുതകളും ഉണ്ടായി. ഉൽപ്പത്തി അധ്യായം 31. യാക്കോബ് ഒളിച്ചോടുന്നു. ലാബാന്റെ മക്കൾ ഇങ്ങനെ പറയുന്നത് അവൻ കേട്ടു. നമ്മുടെ പിതാവിനുള്ളതെല്ലാം യാക്കോബ് കൈവശപ്പെടുത്തി. നമ്മുടെ പിതാവിൻ്റേതിൽ നിന്നാണ് അവൻ ഈ മഹത്വമെല്ലാം ഉണ്ടാക്കിയത്. യാക്കോബ് ലാബാന്റെ മുഖം ശ്രദ്ധിച്ചു. ഇതാ, അത് മുമ്പത്തെ പോലെ ആയിരുന്നില്ല. കർത്താവ് യാക്കോബിനോട് അരുൾ ചെയ്തു, നിന്റെ പിതാക്കന്മാരുടെ നാട്ടിലേക്കും സഹചരുടെ അടുത്തേക്കും തിരിച്ചു പോവുക. ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. വയലിൽ തൻ്റെ ആടുകളുടെ അടുത്തേക്ക് റാഹേലിനെയും ലേയായെയും യാക്കോബ് ആളയച്ചു വിളിച്ചു. അവൻ അവരോട് പറഞ്ഞു, എന്നോടുള്ള നിങ്ങളുടെ പിതാവിൻ്റെ മുഖം മുമ്പത്തെ പോലെ അല്ല എന്ന് ഞാൻ കാണുന്നു. എന്നാൽ എൻ്റെ പിതാവിൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എൻ്റെ സർവ്വശക്തിയോടും കൂടിയാണ് നിങ്ങളുടെ പിതാവിനെ ഞാൻ സേവിച്ചതെന്ന് നിങ്ങൾ നന്നായി അറിയുന്നുണ്ടല്ലോ. എന്നാൽ നിങ്ങളുടെ പിതാവ് എന്നെ ചതിക്കുകയും 10 തവണ എൻ്റെ വേതനത്തിൽ മാറ്റം വരുത്തുകയും ചെയ്തു. പക്ഷേ എനിക്ക് തിന്മ വരുത്താൻ ദൈവം അവനെ അനുവദിച്ചില്ല. പുള്ളിയുള്ളവയായിരിക്കും നിന്റെ വേതനമെന്ന് അവൻ പറഞ്ഞാൽ എല്ലാ ആടും പുള്ളിയുള്ളതിനെ പ്രസവിക്കും. അതല്ല, വരയുള്ളവയായിരിക്കും നിന്റെ വേതനമെന്ന് അവൻ പറഞ്ഞാൽ ആടുകളൊക്കെ വരയുള്ളതിനെ പ്രസവിക്കും. അങ്ങനെ ദൈവം നിങ്ങളുടെ പിതാവിൻ്റെ കാല്യസമ്പത്ത് അവനിൽ നിന്ന് പിടിച്ചെടുത്ത് എനിക്ക് തന്നിരിക്കുകയാണ്. ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുള്ളവയുമായിരുന്നുവെന്ന് ആടുകൾ ഇണചേരുന്ന കാലത്ത് ഞാൻ സ്വപ്നത്തിൽ കണ്ണുയർത്തി കണ്ടു. സ്വപ്നത്തിൽ ദേവദൂതൻ എന്നെ യാക്കോബേ എന്ന് വിളിച്ചു. ഇതാ ഞാൻ എന്ന് ഞാൻ വിളി കേട്ടു. ദൂതൻ പറഞ്ഞു, നീ കണ്ണുകൾ ഉയർത്തി നോക്കുക. ആടുകളുമായി ഇണചേരുന്ന മുട്ടാടുകളെല്ലാം വരയും പുള്ളിയും പൊട്ടുമുള്ളവയാണ്. കാരണം ലാബാൻ നിന്നോട് ചെയ്യുന്നതെല്ലാം ഞാൻ കണ്ടിരിക്കുന്നു. ബഥേലിലെ ദൈവമാണ് ഞാൻ. അവിടെ വെച്ചാണ് തൂണ് അഭിഷേകം ചെയ്ത് നീ എന്നോട് വ്രതം ചെയ്തത്. എഴുന്നേറ്റ് ഇപ്പോൾ ഈ ദേശത്ത് നിന്ന് പുറപ്പെടുക. നിന്റെ ജന്മദേശത്തേക്ക് തിരിച്ചു പോവുക. റാഹേലും ലേയായും അവനോട് മറുപടിയായി പറഞ്ഞു, നമ്മുടെ പിതാവിന്റെ വീട്ടിൽ എന്തെങ്കിലും ഓഹരിയോ അവകാശമോ നമുക്കിനിയുണ്ടോ? നമ്മളെ അന്യരായല്ലേ അവൻ കരുതുന്നത്? നമ്മെ വിറ്റിട്ട് അവൻ നമ്മുടെ പണം വിഴുങ്ങിക്കൊണ്ടിരിക്കുകയുമല്ലേ? തീർച്ചയായും നമ്മുടെ പിതാവിൽ നിന്ന് ദൈവം പിടിച്ചെടുത്ത സമ്പത്തെല്ലാം നമുക്കും നമ്മുടെ മക്കൾക്കും അവകാശപ്പെട്ടതാണ്. അതിനാൽ ഇപ്പോൾ ദൈവം അങ്ങയോട് പറയുന്നതെല്ലാം ചെയ്യുക. യാക്കോബ് എഴുന്നേറ്റ് തൻ്റെ പുത്രന്മാരെയും ഭാര്യമാരെയും ഒട്ടകപ്പുറത്ത് കയറ്റി. പദാൻ ആരാമിൽ വെച്ച് നേടിയെടുത്ത തൻ്റെ മുതൽക്കൂട്ടായ കാലിഗണത്തെ, താൻ സമ്പാദിച്ചിരുന്ന എല്ലാ കാലിക്കൂട്ടത്തെയും സകല മൃഗസമ്പത്തിനെയും തൻ്റെ പിതാവായി ഇസ്ഹാക്കിൻ്റെ അടുത്തേക്ക് പോകാനായി അവൻ കാനാൻ ദേശത്തേക്ക് തെളിച്ചു.
അപ്പോൾ ലാബാൻ തൻ്റെ ആടുകളുടെ രോമം കത്തിരിക്കാൻ പോയിരിക്കുകയായിരുന്നു. ഇതിനിടെ റാഹേൽ തൻ്റെ പിതാവിൻ്റെ കുലവിഗ്രഹങ്ങളെല്ലാം കട്ടെടുത്തു. താൻ ഒളിച്ചോടുകയാണെന്ന് അറിയിക്കാതെ യാക്കോബ് അരമായനായ ലാബാനെ കബളിപ്പിക്കുകയായിരുന്നു. അവൻ തനിക്കുള്ള സകലരോടും കൂടി ഒളിച്ചോടുകയായിരുന്നു. അവൻ എഴുന്നേറ്റ് ഗിലെയാദ് മല ലക്ഷ്യം വെച്ച് നദി കടന്നു. ലാബാൻ പിന്തുടരുന്നു. യാക്കോബ് ഒളിച്ചോടിയെന്ന് 3-ാം ദിവസം ലാബാന് അറിവ് കിട്ടി. അയാൾ തൻ്റെ ചാർച്ചക്കാരെ തന്നോടൊപ്പം കൂട്ടി 7 ദിവസത്തെ വഴി അനുധാവനം ചെയ്ത് ഗിലെയാദ് മലയിൽ അവൻ്റെ പിന്നാലെ ഒപ്പമെത്തി. എന്നാൽ ആ രാത്രിയിൽ സ്വപ്നത്തിൽ ദൈവം അരമായനായ ലാബാന്റെ അടുത്തു വന്ന് അവനോട് പറഞ്ഞു, നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ നിനക്ക് കരുതലുണ്ടാകണം. ലാബാൻ യാക്കോബിനെ മറികടന്നു. യാക്കോബ് മലയിൽ കൂടാരമടിച്ചിരിക്കെ ലാബാനും തൻ്റെ ചാർച്ചക്കാരോടൊത്ത് ഗിലെയാദ് മലയിൽ കൂടാരമടിച്ചു. ലാബാൻ യാക്കോബിനോട് ചോദിച്ചു, നീ എന്താണ് ചെയ്തത്? നീ എന്നെ കബളിപ്പിച്ചു. വാളാൽ നേടിയ തടവുകാരെ പോലെ നീ എൻ്റെ പെൺമക്കളെ പിടിച്ചുകൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് നീ പലായനം ചെയ്യുന്നത് രഹസ്യമാക്കി വെച്ചതും എന്നെ കൊള്ളയടിച്ചതും എന്നോട് വെളിപ്പെടുത്താതിരുന്നതും? ഞാൻ ആഹ്ലാദത്തോടെ പാട്ടുകളോടും തപ്പ് കിന്നരങ്ങളോടും കൂടെ നിന്നെ യാത്രയാക്കുമായിരുന്നല്ലോ. എൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും ചുംബിക്കുന്നതിന് നീ എന്നെ അനുവദിച്ചില്ല. നീ ഇപ്പോൾ പ്രവർത്തിച്ചത് ബുദ്ധിശൂന്യമായി പോയി. നിങ്ങൾക്ക് ഉപദ്രവം ചെയ്യാൻ എൻ്റെ കരം ശക്തമാണ്. എന്നാൽ നല്ലതോ ചീത്തയോ ആയ ഒന്നും യാക്കോബിനോട് ഉരിയാടാതിരിക്കാൻ കരുതലുണ്ടാകണമെന്ന് നിങ്ങളുടെ പിതാവിൻ്റെ ദൈവം കഴിഞ്ഞ രാത്രി എന്നോട് പറഞ്ഞു. നീ ഇപ്പോൾ നിർബന്ധമായും പോകുന്നത് നിന്റെ പിതൃഭവനത്തെ തീവ്രമായി അഭിലഷിക്കുന്നത് കൊണ്ടാണെങ്കിൽ പിന്നെന്തിനാണ് എൻ്റെ ദേവന്മാരെ കട്ടെടുത്തത്? അപ്പോൾ യാക്കോബ് ലാബാനോട് മറുപടിയായി പറഞ്ഞു, എനിക്ക് ഭയമായിരുന്നു. എന്തെന്നാൽ അങ്ങയുടെ പുത്രിമാരെ അങ്ങ് എന്നിൽ നിന്ന് അകറ്റിയേക്കുമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങയുടെ ദേവന്മാരെ ആരുടെ കൂടെ അങ്ങ് കണ്ടെത്തുന്നുവോ അവൻ പിന്നെ ജീവിച്ചിരിക്കില്ല. നമ്മുടെ ചാർച്ചക്കാരുടെ മുമ്പിൽ വെച്ച് എൻ്റെ പക്കലുള്ളവ അങ്ങ് പരിശോധിച്ച് അങ്ങയുടേത് എടുത്തുകൊള്ളുക. എന്നാൽ റാഹേൽ അവ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് യാക്കോബ് അറിഞ്ഞില്ല. ലാബാൻ യാക്കോബിന്റെ കൂടാരത്തിലും ലേയായുടെ കൂടാരത്തിലും 2 ദാസിമാരുടെയും കൂടാരത്തിലും ചെന്നു. എന്നാൽ അവ കണ്ടെത്തിയില്ല. ലേയായുടെ കൂടാരത്തിൽ നിന്ന് പുറത്തു കടന്ന് അവൻ റാഹേലിന്റെ കൂടാരത്തിലേക്ക് ചെന്നു. റാഹേൽ വിഗ്രഹങ്ങളെടുത്ത് ഒരു ഒട്ടക ഭാണ്ഡത്തിലിട്ട് അതിന്മേൽ കയറിയിരുന്നു. ലാബാൻ കൂടാരത്തിലെല്ലാം അവ തിരഞ്ഞിട്ടും കണ്ടെത്തിയില്ല. അപ്പോൾ റാഹേൽ തന്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ യജമാനന്റെ കണ്ണുകളിൽ കോപമരുതേ. അങ്ങയുടെ മുമ്പിൽ എനിക്ക് എഴുന്നേൽക്കാനാവില്ല. എനിക്കിപ്പോൾ മാസമുറയാണ്. അവൻ തിരഞ്ഞെങ്കിലും വിഗ്രഹങ്ങൾ കണ്ടെത്തിയില്ല. അപ്പോൾ യാക്കോബിന് അരിശമായി. അവൻ ലാബാനോട് കയർത്തു. യാക്കോബ് ലാബാനോട് മറുപടിയായി പറഞ്ഞു, എന്നെ ക്ഷോഭത്തോടെ പിന്തുടരാൻ എൻ്റെ അതിക്രമം എന്താണ്? എൻ്റെ തെറ്റെന്താണ്? എൻ്റെ സാധനങ്ങളെല്ലാം അങ്ങ് അരിച്ചു പെറുക്കി. എന്നിട്ട് അങ്ങയുടെ വീട്ടുവക സാധനങ്ങളിൽ എന്തെല്ലാമാണ് അങ്ങ് കണ്ടെത്തിയത്? എൻ്റെ ചാർച്ചക്കാരുടെയും അങ്ങയുടെ ചാർച്ചക്കാരുടെയും മുമ്പിൽ ഇവിടെ നിരത്തിവെക്കുക. നമ്മൾ ഇരുവർക്കുമിടയിൽ അവർ വിധി പറയട്ടെ. ഈ 20 വർഷവും ഞാൻ അങ്ങയുടെ കൂടെയായിരുന്നു. അങ്ങയുടെ ചെമ്മരിയാടുകൾക്കും അങ്ങയുടെ കോലാടുകൾക്കും ഗർഭചിത്രം സംഭവിച്ചിട്ടില്ല. അങ്ങയുടെ ആട്ടിൻപറ്റത്തിലെ മുട്ടാടുകളെ ഞാൻ ഭക്ഷിച്ചിട്ടുമില്ല. കാട്ടുമൃഗങ്ങൾ കടിച്ചു കീറിയവയെ ഞാൻ അങ്ങയുടെ അടുത്ത് കൊണ്ടുവന്നിട്ടില്ല. ആ നഷ്ടം ഞാൻ തന്നെ വഹിച്ചു. രാത്രിയിൽ കളവ് പോയതിനും പകൽ കളവ് പോയതിനും അങ്ങ് എൻ്റെ കയ്യിൽ നിന്ന് തന്നെ അത് ഈടാക്കിയിരുന്നു. പകൽ ഉഷ്ണവും രാത്രി ശൈത്യവും എന്നെ കാർന്നു തിന്നു. ഉറക്കം എൻ്റെ കണ്ണുകളിൽ നിന്ന് ഓടിയകന്നു. അതായിരുന്നു എൻ്റെ സ്ഥിതി. എൻ്റെ ഈ 20 വർഷവും ഞാൻ അങ്ങയുടെ വീട്ടിലായിരുന്നു. 14 വർഷം അങ്ങയുടെ 2 പെൺമക്കൾക്ക് വേണ്ടിയും 6 വർഷം ആടുകൾക്ക് വേണ്ടിയും ഞാൻ വേല ചെയ്തു. 10 തവണ അങ്ങ് എൻ്റെ കൂലിയിൽ മാറ്റം വരുത്തി. എൻ്റെ പിതാവിൻ്റെ ദൈവം, അബ്രാഹത്തിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ഭീതിയുമായവൻ എൻ്റെ ഭാഗത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ അങ്ങെന്നെ വെറും കൈയോടെ പറഞ്ഞു വിടുമായിരുന്നു. എൻ്റെ കഷ്ടപ്പാടും എൻ്റെ ഉള്ളം കൈയുടെ അധ്വാനവും ദൈവം കണ്ടു. അതുകൊണ്ടാണ് കഴിഞ്ഞ രാത്രി അവിടുന്ന് അങ്ങയെ ശകാരിച്ചത്. ലാബാനുമായി ഉടമ്പടി. ലാബാൻ യാക്കോബിനോട് മറുപടി പറഞ്ഞു, ഈ പെൺമക്കൾ എൻ്റെ പുത്രിമാരും ഈ കുട്ടികൾ എൻ്റെ കുട്ടികളും ഈ ആട്ടിൻപറ്റം എൻ്റെ ആട്ടിൻപറ്റവുമാണ്. നീ കാണുന്നതൊക്കെ എൻ്റേതാണ്. എൻ്റെ ഈ പെൺമക്കൾക്ക് വേണ്ടിയാകട്ടെ അവർ പ്രസവിച്ച കുട്ടികൾക്ക് വേണ്ടിയാകട്ടെ ഞാൻ എന്താണ് ഇന്ന് ചെയ്യേണ്ടത്? ആകയാൽ ഇപ്പോൾ വരിക, നമുക്കൊരു ഉടമ്പടി ഉണ്ടാക്കാം. ഞാനും നീയും തമ്മിൽ
അത് എനിക്കും നിനക്കും മധ്യേ ഒരു സാക്ഷ്യമായിരിക്കട്ടെ. അപ്പോൾ യാക്കോബ് ഒരു കല്ലെടുത്ത് അതൊരു തൂണായി ഉയർത്തി. കല്ലുകൾ പെറുക്കി കൂട്ടുവേൻ, യാക്കോബ് തന്റെ ചാർച്ചക്കാരോട് പറഞ്ഞു. അവർ കല്ലുകളെടുത്ത് ഒരു കൂമ്പാരം കൂട്ടി. അവിടെ ആ കൂമ്പാരത്തിന്മേൽ അവർ ഭക്ഷണം കഴിച്ചു. ലാബാൻ അതിനെ യഗാർ സഹദൂത്ത എന്ന് വിളിച്ചു. യാക്കോബ് അതിനെ ഗലീദ് എന്നും. ഈ കൂമ്പാരം ഇന്ന് എനിക്കും നിനക്കും മധ്യേ സാക്ഷ്യമായിരിക്കും. ലാബാൻ പറഞ്ഞു, അതുകൊണ്ട് ഗലീദ് എന്ന് അതിന് പേരിട്ടു. അതാണ് മിസ്പ. എന്തെന്നാൽ ഒരുവൻ തന്റെ അയൽക്കാരനിൽ നിന്ന് മറയുമ്പോൾ കർത്താവ് എനിക്കും നിനക്കും മധ്യേ കാവലായിരിക്കട്ടെ എന്ന് അവൻ പറഞ്ഞിരുന്നു. എന്റെ പുത്രിമാരെ നീ പീഡിപ്പിക്കുകയോ എന്റെ പുത്രിമാർക്ക് പകരം നീ ഭാര്യമാരെ സ്വീകരിക്കുകയോ ചെയ്താൽ ആരും നമുക്കൊപ്പമില്ലെങ്കിലും ദൈവം എനിക്കും നിനക്കും മധ്യേ സാക്ഷിയായി ഉണ്ടെന്ന് കണ്ടാലും. ലാബാൻ യാക്കോബിനോട് പറഞ്ഞു, എനിക്കും നിനക്കും മധ്യേ ഞാൻ ഉയർത്തിയിരിക്കുന്ന കൂമ്പാരമിതാ, സ്തംഭമിതാ. ദ്രോഹ ലക്ഷ്യത്തോടെ നിന്റെ അടുത്തേക്ക് ഞാൻ ഈ കൂമ്പാരം കടക്കാതിരിക്കാനും എന്റെ അടുത്തേക്ക് ഈ കൂമ്പാരവും സ്തംഭവും നീ കടക്കാതിരിക്കാനും ഈ കൂമ്പാരം ഒരു സാക്ഷ്യമാണ്, ഈ സ്തംഭവും സാക്ഷ്യമാണ്. അബ്രാഹത്തിന്റെ ദൈവം, നാഹോറിന്റെ ദൈവം, അവരുടെ പിതാവിന്റെ ദൈവം നമുക്ക് മധ്യേ ന്യായവിധി നടത്തട്ടെ. യാക്കോബും തന്റെ പിതാവായ ഇസഹാക്കിന്റെ ഭീതിയായവനെ കൊണ്ട് സത്യം ചെയ്തു. മലമുകളിൽ യാക്കോബ് ബലി സമർപ്പിച്ചു. അപ്പം ഭക്ഷിക്കാൻ തന്റെ ചാർച്ചക്കാരെ ക്ഷണിക്കുകയും ചെയ്തു. അവർ അപ്പം ഭക്ഷിച്ച ശേഷം മലമുകളിൽ രാപ്പാർത്തു. സങ്കീർത്തനങ്ങൾ 28 മുതൽ 31 വരെ. സങ്കീർത്തനം 28. പ്രവൃത്തിക്കനുസൃതം പ്രതിഫലം. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. എൻ്റെ പാറയെ എന്നോട് മൗനം പാലിക്കരുതേ. അല്ലെങ്കിൽ അങ്ങ് എന്നോട് മൂകത പുലർത്തുകയും ഞാൻ ആഴത്തിലേക്ക് താണിറങ്ങുന്നവരുമായി താതാമ്യപ്പെടുകയും ചെയ്യും. അങ്ങയോട് ഞാൻ കേണപേക്ഷിക്കുമ്പോൾ, അങ്ങയുടെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് കൈകൾ ഉയർത്തുമ്പോൾ എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിക്കണമേ. ദുഷ്ടരോടുകൂടെയും ദുഷ്കർമ്മികളോടുകൂടെയും എന്നെ വലിച്ചിഴക്കരുതേ. അവർ തങ്ങളുടെ അയൽക്കാരോടൊപ്പം സമാധാനം സംസാരിക്കുന്നവരാണെങ്കിലും അവരുടെ ഹൃദയത്തിൽ തിന്മയാണ്. അവരുടെ പ്രവൃത്തിക്കനുസൃതം, അവരുടെ കർമ്മങ്ങളുടെ തിന്മയ്ക്കനുസൃതം അവർക്ക് നൽകണമേ. അവരുടെ കരവേലയ്ക്കനുസരിച്ച് അവർക്ക് നൽകണമേ. അവരുടെ പ്രതിഫലം അവർക്ക് നൽകണമേ. കർത്താവിൻ്റെ പ്രവൃത്തികളിലേക്കും കരവേലയിലേക്കും അവർക്ക് ഉൾക്കാഴ്ചയുണ്ടാകാത്തതിനാൽ അവിടുന്ന് അവരെ ഇടിച്ചു നിരത്തും, പണിതുയർത്തുകയില്ല. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്തെന്നാൽ അവിടുന്ന് എൻ്റെ യാചനകളുടെ സ്വരം ശ്രവിച്ചിരിക്കുന്നു. കർത്താവ് എൻ്റെ ബലവും പരിചയവുമാണ്. എൻ്റെ ഹൃദയം അവിടുന്നിൽ ആശ്രയിക്കുന്നു. ഞാൻ തുണയ്ക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എൻ്റെ ഹൃദയം ആഹ്ലാദിക്കുന്നു. എൻ്റെ ഗീതത്താൽ ഞാൻ അവിടുത്തേക്ക് കൃതജ്ഞത അർപ്പിക്കും. കർത്താവ് അവർക്ക് ബലമാണ്. അവിടുന്ന് തന്നെയാണ് തൻ്റെ അഭിഷിക്തന്റെ രക്ഷാസങ്കേതം. അങ്ങയുടെ ജനത്തെ രക്ഷിക്കണമേ. അങ്ങയുടെ അവകാശത്തെ അനുഗ്രഹിക്കണമേ. നിത്യതയോളം അവരെ മേയിക്കുകയും സംവഹിക്കുകയും ചെയ്യണമേ. സങ്കീർത്തനം 29. കർത്താവിൻ്റെ സ്വരം. സ്വർഗീയരെ കർത്താവിന് നൽകുവേൻ. മഹത്വവും ബലവും കർത്താവിന് നൽകുവേൻ. തിരുനാമത്തിന്റെ മഹത്വം കർത്താവിന് നൽകുവേൻ. വിശുദ്ധ വസ്ത്രത്തോടെ കർത്താവിനെ ആരാധിക്കുവേൻ. കർത്താവിന്റെ സ്വരം ജലരാശിക്ക് മീതെയുണ്ട്. മഹത്വത്തിന്റെ തമ്പുരാൻ ഇടിമുഴക്കുന്നു. കർത്താവ് പെരുവെള്ളത്തിന് മീതെയാണ്. കർത്താവിന്റെ ശക്തിയോടെയുള്ള സ്വരം, കർത്താവിന്റെ പ്രതാപത്തോടെയുള്ള സ്വരം, ദേവദാരുക്കളെ തകർക്കുന്ന കർത്താവിന്റെ സ്വരം. കർത്താവ് ലെബനോൻ ദേവദാരുക്കളെ തകർക്കുന്നു. അവിടുന്ന് അവയെ കാളക്കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. ലെബനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻ കിടാവിനെ പോലെയും. കർത്താവിന്റെ സ്വരം തീപ്പൊരികൾ പാറിക്കുന്നു. കർത്താവിന്റെ സ്വരം മരുഭൂമിയെ വിറകൊള്ളിക്കുന്നു. കർത്താവ് കാദേശ് മരുഭൂമിയെ വിറപ്പിക്കുന്നു. കർത്താവിന്റെ സ്വരം മാൻപേടുകളെ പ്രസവിപ്പിക്കുന്നു. അത് വനങ്ങളെ സസ്യരഹിതമാക്കുന്നു. അവിടുത്തെ ആലയത്തിൽ അവിടത്തേക്കുള്ളവരെല്ലാം പറയുന്നു മഹത്വം. കർത്താവ് ജലപ്രളയത്തിന്മേൽ ആരൂഢനായിരിക്കുന്നു. അവിടുന്ന് എന്നേക്കും രാജാവായി ഉപവിഷ്ടനായിരിക്കുന്നു. കർത്താവ് തന്റെ ജനത്തിന് ബലം പ്രദാനം ചെയ്യട്ടെ. കർത്താവ് തന്റെ ജനത്തെ സമാധാനം കൊണ്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 30. കൃതജ്ഞതയ്ക്കായി ഒരു ജീവിതം. കർത്താവെ, ഞാൻ അങ്ങയെ പുകഴ്ത്തും. എന്തെന്നാൽ അങ്ങെന്നെ കരകയറ്റി. അങ്ങ് എൻ്റെ ശത്രുക്കളെ എന്നെ പ്രതി സന്തോഷിപ്പിച്ചില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങയോട് സഹായത്തിനായി കേണു. അങ്ങെന്നെ സുഖപ്പെടുത്തുകയും ചെയ്തു. കർത്താവെ, അങ്ങെൻ്റെ ആത്മാവിനെ പാതാളത്തിൽ നിന്ന് കയറ്റി. ഗർത്തത്തിൽ താണവരുടെ ഇടയിൽ നിന്ന് അങ്ങെന്നെ ജീവിപ്പിച്ചു. കർത്താവിൻ്റെ ഭക്തരെ അവിടത്തേക്ക് കീർത്തനമാലപിക്കുവേൻ. അവിടുത്തെ വിശുദ്ധ സ്ഥലത്തിൻ്റെ സ്മരണയ്ക്ക് കൃതജ്ഞത അർപ്പിക്കുവേൻ.
എന്തെന്നാൽ അവിടുത്തെ കോപം നൈമിഷികമാണ്, അവിടുത്തെ സംപ്രീതിയിലാണ് ജീവൻ. രാത്രിയിൽ ദുഃഖം ചേക്കേറുന്നു, ആനന്ദപ്രകടനം പ്രഭാതത്തിൻ്റെതാണ്. ഞാൻ ഒരിക്കലും കുലുങ്ങുകയില്ല എന്ന് എൻ്റെ സൗഭാഗ്യത്തിൽ ഞാൻ പറഞ്ഞു. കർത്താവെ, അങ്ങയുടെ പ്രസാദത്തിൽ അങ്ങ് എൻ്റെ മലയെ ബലവത്തായി നിർത്തി. അങ്ങ് മുഖം മറച്ചപ്പോഴാകട്ടെ ഞാൻ പരിഭ്രാന്തനായിപ്പോയി. കർത്താവെ, അങ്ങയോട് ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എൻ്റെ നാഥനോട് ഞാൻ കനിവിരക്കുന്നു. എൻ്റെ രക്തം കൊണ്ട് കുഴിയിലേക്കുള്ള എൻ്റെ ഇറക്കം കൊണ്ട് എന്ത് പ്രയോജനം? ധൂളി അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുമോ? അത് അങ്ങയുടെ വിശ്വസ്തത വർണ്ണിക്കുമോ? കർത്താവെ, അങ്ങ് കേട്ട് എന്നിൽ കനിയണമേ. കർത്താവെ, എനിക്ക് സഹായകനായിരിക്കണമേ. അങ്ങ് എൻ്റെ വിലാപം എനിക്ക് നൃത്തമായി മാറ്റിയിരിക്കുന്നു. എൻ്റെ ചാക്കുവസ്ത്രം അഴിച്ചു മാറ്റി എന്നെ സന്തോഷം അണിയിച്ചു. തന്മൂലം അന്തരാത്മാവ് അങ്ങേക്ക് കീർത്തനമാലപിക്കും, അത് മൗനമായിരിക്കുകയില്ല. എൻ്റെ ദൈവമായ കർത്താവെ, ഞാൻ അങ്ങേക്ക് എന്നേക്കും കൃതജ്ഞത അർപ്പിക്കും. സങ്കീർത്തനം 31. കർത്താവ് എൻ്റെ സങ്കേതം. കർത്താവെ, അങ്ങയിൽ ഞാൻ അഭയം തേടുന്നു. ഞാൻ ഒരിക്കലും ലജ്ജിക്കാതിരിക്കട്ടെ. അങ്ങയുടെ നീതിയാൽ എന്നെ സുരക്ഷിതനാക്കണമേ. എൻ്റെ നേരെ അങ്ങയുടെ ചെവി ചായ്ച്ച് എന്നെ വേഗം മോചിപ്പിക്കണമേ. അങ്ങ് എനിക്ക് സങ്കേതമായ പാറയും എന്നെ രക്ഷിക്കുന്നതിനുള്ള സുരക്ഷിത കോട്ടയുമായി തീരണമേ. എന്തെന്നാൽ അങ്ങാണ് എൻ്റെ ശിലയും ദുർഗവും. അങ്ങയുടെ നാമത്തെ പ്രതി എന്നെ നയിക്കുകയും കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യണമേ. എനിക്കായി ഒളിച്ചു വെച്ചിരുന്ന വലയിൽ നിന്ന് എന്നെ പുറത്തെടുക്കണമേ. അങ്ങാണല്ലോ എൻ്റെ സങ്കേതം. അങ്ങയുടെ കയ്യിൽ എൻ്റെ പ്രാണനെ ഞാൻ ഭരമേൽപ്പിക്കുന്നു. കർത്താവെ, വിശ്വസ്തനായ ദൈവമേ, അങ്ങെന്നെ വിമോചിപ്പിച്ചിരിക്കുന്നു. വ്യർത്ഥ വിഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരെ ഞാൻ വെറുക്കുന്നു. ഞാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. അങ്ങയുടെ കാരുണ്യത്തിൽ ഞാൻ ആനന്ദിച്ച് സന്തോഷിക്കും. എന്തെന്നാൽ അങ്ങ് എൻ്റെ പീഡകൾ കണ്ടിരിക്കുന്നു. ക്ലേശങ്ങളിലായിരുന്ന എൻ്റെ ആത്മാവിനെ അങ്ങ് അറിഞ്ഞിരിക്കുന്നു. ശത്രുവിൻ്റെ കയ്യിൽ അങ്ങ് എന്നെ ഏൽപ്പിച്ചു കൊടുത്തില്ല. വിശാല സ്ഥലത്ത് എൻ്റെ കാലുകൾ അങ്ങ് ഉറപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ഞാൻ ക്ലേശിതനാകിയാൽ എന്നിൽ കനിയണമേ. വ്യസനം കൊണ്ട് എൻ്റെ നയനവും ജീവനും ഉദരവും ക്ഷയിച്ചിരിക്കുന്നു. എന്തെന്നാൽ ആകുലതയിൽ എൻ്റെ ജീവനും നെടുവീർപ്പിൽ എൻ്റെ ആയുസ്സും അവസാനിക്കുന്നു. എൻ്റെ കുറ്റം കൊണ്ട് എൻ്റെ ശക്തി തളരുന്നു, എൻ്റെ അസ്ഥികൾ ക്ഷയിക്കുന്നു. എൻ്റെ എല്ലാ എതിരാളികൾക്കും ഞാൻ പരിഹാസപാത്രമായി, എൻ്റെ അയൽക്കാർക്ക് അതിലേറെയും. എൻ്റെ പരിചിതർക്കോ ഒരു ഭയഹേതുവും. തെരുവിൽ എന്നെ കാണുന്നവർ എന്നിൽ നിന്ന് ഓടിയകലുന്നു. മൃതനു തുല്യം ഞാൻ ഹൃദയത്തിൽ നിന്ന് വിസ്മൃതനായിരിക്കുന്നു. ഞാൻ ഉടഞ്ഞ പാത്രം പോലെയായി. എന്തെന്നാൽ ചുറ്റും ഭീകരത എന്ന അനേകരുടെ മന്ത്രണം ഞാൻ കേൾക്കുന്നു. എനിക്കെതിരെ അവർ കൂടിയാലോചിക്കുമ്പോൾ എൻ്റെ ജീവൻ എടുക്കാനാണ് അവർ നിരൂപിക്കുന്നത്. കർത്താവെ, അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. ഞാൻ പറയുന്നു, അങ്ങാണ് എൻ്റെ ദൈവം. എൻ്റെ ഭാഗധേയം അങ്ങയുടെ കയ്യിലാണ്. എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്നും എന്നെ പിന്തുടരുന്നവരിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ. അങ്ങയുടെ ദാസന്റെ മേൽ അങ്ങയുടെ മുഖം പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ കാരുണ്യത്താൽ എന്നെ രക്ഷിക്കണമേ. കർത്താവെ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നതിനാൽ ഞാൻ ലജ്ജിക്കാതിരിക്കട്ടെ. ദുഷ്ടർ ലജ്ജിക്കട്ടെ, അവർ പാതാളത്തിൽ മൂകരാകട്ടെ. അഹന്തയോടും അവജ്ഞയോടും കൂടെ നീതിമാന്മാർക്കെതിരെ ധിക്കാരം സംസാരിക്കുന്ന കാപട്യത്തിൻ്റെ അധരങ്ങൾ മൂകമാകട്ടെ. അങ്ങയെ ഭയപ്പെടുന്നവർക്കായി അങ്ങ് ഒരുക്കി വെച്ചിരിക്കുന്ന, അങ്ങിൽ ആശ്രയം തേടുന്നവർക്കായി മനുഷ്യമക്കളുടെ മുമ്പിൽ അങ്ങ് പ്രവർത്തിക്കുന്ന അങ്ങയുടെ നന്മ എത്രയോ വലുതാണ്. മനുഷ്യരുടെ ഗൂഢാലോചനകളിൽ നിന്ന് അങ്ങയുടെ സാന്നിധ്യത്തിൻ്റെ മറയിൽ അങ്ങ് അവരെ ഒളിപ്പിക്കുന്നു. നാവുകളുടെ കലഹത്തിൽപ്പെടാതെ അങ്ങയുടെ കൂടാരത്തിൽ അങ്ങ് അവരെ മറയ്ക്കുന്നു. കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. എന്തെന്നാൽ ഉപരോധിക്കപ്പെട്ട നഗരത്തിൽ അവിടുന്ന് തൻ്റെ കാരുണ്യം എന്നോട് വിസ്മയകരമാക്കി. അങ്ങയുടെ ദൃഷ്ടികളിൽ നിന്ന് ഞാൻ നിഷ്കാസിതനായി എന്ന് എൻ്റെ പരിഭ്രമത്തിൽ ഞാൻ പറഞ്ഞു. എന്നാൽ ഞാൻ അങ്ങയോട് കേണപേക്ഷിച്ചപ്പോൾ അങ്ങൻ്റെ യാചനകളുടെ സ്വരം കേട്ടു. കർത്താവിൻ്റെ എല്ലാ ഭക്തരുമേ, അവിടുത്തെ സ്നേഹിക്കുവിൻ. കർത്താവ് വിശ്വസ്തരെ കാത്തു സൂക്ഷിക്കുന്നവനാണ്. ഗർവ്വ പ്രവർത്തിക്കുന്നവരോട് അവിടുന്ന് പൂർണ്ണമായി പകരം വീട്ടുന്നവനാണ്. കർത്താവിനെ കാത്തിരിക്കുന്ന നിങ്ങളെല്ലാവരും ശക്തി പ്രാപിക്കുവിൻ. നിങ്ങളുടെ ഹൃദയം ബലവത്തായിരിക്കട്ടെ.